സെഞ്ചുറിയുമായി വൈഭവ് സൂര്യവംശി. T20-യിൽ വരവറിയിച്ച് സർഫറാസ് ഖാൻ. തകർപ്പൻ പ്രകടനത്തിലൂടെ ഹാർദിക് പാണ്ഡ്യയുടെ കംബാക്ക്. കയ്യടി നേടി ഷർദുൽ താക്കൂറും ദേവ്ദത്ത് പടിക്കലും അഭിഷേക് ശർമ്മയും. ഒരൊറ്റ ദിവസം കൊണ്ട് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ചില സുപ്രധാന സൂചനകളാണ് നൽകിയത്. വരാനിരിക്കുന്ന IPL മിനി ലേലവും T20 ലോകകപ്പും ലക്ഷ്യമിട്ടുള്ള കൃത്യമായ സ്റ്റേറ്റ്മെന്റ്. ആഭ്യന്തര ക്രിക്കറ്റിലെ T20 പോരാട്ടം വേദിയാകുന്നത് ഈഡൻ ഗാർഡനും എക്കാനയും ഉപ്പലും അടക്കമുള്ള സുപ്രധാന സ്റ്റേഡിയങ്ങൾ. അണിനിരക്കുന്നത് രാജ്യാന്തര തലത്തിലടക്കം മിന്നിത്തിളങ്ങുന്ന ഒരു പിടി താരങ്ങൾ. മിനി ലേലത്തിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ ടൂർണമെന്റിലെ പ്രകടനം ഓരോ കളിക്കാരന്റെയും തലവര മാറ്റുമെന്നിരിക്കെ ആവേശത്തിന്റെ പാരമ്യത്തിലാണ് ഓരോ മത്സരവും. തന്റെ വിസ്ഫോടന ബാറ്റിംഗിലൂടെ ഒരിക്കൽ കൂടി അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി. മഹാരാഷ്ട്രക്കെതിരായ മത്സരത്തിൽ ബീഹാറിനായി 61 പന്തിൽ പുറത്താവാതെ 108 റൺസാണ് 14-കാരൻ അടിച്ചെടുത്തത്. മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറി പൂർത്തിയാക്കുന്ന പ്രായം കുറഞ്ഞ താരമായി ചരിത്രത്തിലേക്കും ഈഡൻ ഗാർഡനിൽ വൈഭവ് നടന്നു കയറി. 7 വീതം 6-ഉം 4-ഉം സഹിതമായിരുന്നു രാജസ്ഥാൻ റോയൽസ് താരത്തിന്റെ ഫിയർലെസ് ഇന്നിംഗ്സ്. തന്റെ 5ാമത്തെ മാത്രം ആഭ്യന്തര T20-യിലാണ് കൗമാരക്കാരൻ റെക്കോർഡ് പ്രകടനം പുറത്തെടുത്തത്. അടുത്തിടെ സമാപിച്ച റൈസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പിലും ആ ബാറ്റിൽ നിന്ന് റൺസുകൾ പ്രവഹിച്ചിരുന്നു. 4 മത്സരം മാത്രം കളിച്ച വൈഭവ് 239 റൺസുമായി റൺവേട്ടക്കാരിൽ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. 22 സിക്സുകളും 20 ഫോറുകളുമാണ് ജൂനിയർ ഏഷ്യ കപ്പിൽ വൈഭവ് പറത്തിയത്. ഒരു സെഞ്ചുറിയും സ്വന്തമാക്കി. വരാനിരിക്കുന്ന അണ്ടർ-19 ഏഷ്യ കപ്പിനുള്ള ടീമിലേക്കും വൈഭവിനെ തെരഞ്ഞെടുത്തിരുന്നു. ദേശീയ ടീമിലേക്കുള്ള എൻട്രിക്ക് ഇനി വലിയ കാത്തിരിപ്പിന്റെ ദൂരമില്ലെന്ന് കൂടിയാണ് ഏഷ്യ കപ്പും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയും പറയാതെ പറയുന്നത്. സമീപകാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്ന താരമാണ് സർഫറാസ് ഖാൻ. രഞ്ജി ട്രോഫിയിൽ അടക്കം സ്ഥിരതയോടെ ബാറ്റ് വീശിയിട്ടും ടെസ്റ്റ് ടീമിലേക്ക് 28-കാരനെ പരിഗണിക്കാൻ സെലക്ഷൻ കമ്മിറ്റി തയ്യാറായില്ല. പകരം എത്തിച്ച സായ് സുദർശൻ അടക്കമുള്ള താരങ്ങൾ തുടരെ പരാജയമാകുമ്പോൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അയാൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ടെസ്റ്റിലേക്ക് പരിഗണിക്കണമെന്ന മുറവിളി ഉയർന്നതിനിടെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് സർഫറാസ്. മുഷ്താഖ് അലി ട്രോഫിയിൽ അസമിനെതിരെ സെഞ്ചുറി നേടിയാണ് വലംകയ്യൻ ബാറ്റർ വരവറിയിച്ചത്. 7 സിക്സറും 8 ഫോറും അടക്കം 47 പന്തിൽ 3 അക്കം തൊട്ട മുംബൈക്കാരൻ T20-യിലും തന്റെ പവർ ഹിറ്റ് എങ്ങും മാഞ്ഞുപോയില്ലെന്ന് തെളിയിക്കുകയായിരുന്നു. കഠിന പരിശീലനത്തിലൂടെ ശരീരഭാരം കുറച്ചെത്തിയ സർഫറാസ് 2 വർഷത്തിനിടെ കളിക്കുന്ന ആദ്യ T20-യിലാണ് കരിയറിലെ ആദ്യ സെഞ്ചുറി കുറിച്ചത്. സ്വപ്ന നേട്ടത്തിന് പിന്നാലെ എകാന സ്റ്റേഡിയത്തിൽ ബാറ്റ് ഉയർത്തി വൈകാരികമായാണ് സർഫറാസ് ആഘോഷിച്ചത്. ഈയൊരു നിമിഷത്തിനായി എത്രമാത്രം കാത്തിരിക്കുകയായിരുന്നുവെന്ന് തെളിയിക്കുന്നതായിരുന്നു മതിമറന്നുള്ള അയാളുടെ ആ സെലിബ്രേഷൻ. ഹാർദിക് പാണ്ഡ്യ അല്ലാതെ മറ്റാര്? പരിക്കിൽ നിന്ന് മോചിതനായെത്തിയ ശേഷം പാണ്ഡ്യയുടെ ക്രിസ്റ്റൽ ക്ലിയർ മെസ്സേജ് ആയിരുന്നു മുഷ്താഖ് അലി ട്രോഫിയിൽ കണ്ടത്. 42 പന്തിൽ 7 ഫോറും 4 സിക്സറും സഹിതം 77 റൺസുമായി ഇന്ത്യൻ ഓൾറൗണ്ടർ തകർപ്പൻ ഇന്നിംഗ്സാണ് കാഴ്ചവെച്ചത്. പഞ്ചാബിന്റെ 222 റൺസിന്റെ കൂറ്റൻ വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ബറോഡ പാണ്ഡ്യയുടെ ചിറകിലേറിയ അവസാന ഓവറിലാണ് ലക്ഷ്യം മറികടന്നത്. തന്റെ ട്രേഡ് മാർക്ക് ഷോട്ടുകളെല്ലാം പുറത്തെടുത്തുള്ള ടിപ്പിക്കൽ കുങ്ഫു പാണ്ഡ്യ ഇന്നിംഗ്സ്. ഇതോടെ വരാനിരിക്കുന്ന T20 ദക്ഷിണാഫ്രിക്കൻ സീരീസിൽ പാണ്ഡ്യ ഇടം പിടിക്കുമെന്ന കാര്യവും ഏതാണ്ട് ഉറപ്പായി. കഴിഞ്ഞ ഏഷ്യ കപ്പിനിടെയാണ് താരം പരിക്കേറ്റ് പുറത്തായത്. പിന്നാലെ ഓസീസ് പര്യടനത്തിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കളിക്കാനായില്ല. താരത്തിന്റെ മടങ്ങിവരവ് വരാനിരിക്കുന്ന T20 ലോകകപ്പിലും ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. മുഷ്താഖ് അലി ട്രോഫിയിൽ 5 വിക്കറ്റ് വീഴ്ത്തി ശ്രദ്ധേയ പ്രകടനമാണ് ഷർദുൽ താക്കൂർ പുറത്തെടുത്തത്. സർഫറാസ് ഖാന്റെ സെഞ്ചുറിക്ക് പിന്നാലെ മുംബൈയുടെ വിജയത്തിലേക്ക് നയിച്ചത് താക്കൂറിന്റെ ബോളിംഗ് പ്രകടനം കൂടിയായിരുന്നു. IPL അടുത്തിരിക്കെ താക്കൂറിന്റെ മികച്ച ഫോം മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിലും പോസിറ്റീവ് സൈനാണ് നൽകുന്നത്. മിനി ലേലത്തിന് മുൻപായി സർപ്രൈസ് നീക്കത്തിലൂടെയാണ് ഷാർദുലിനെ മുംബൈ കൂടാരത്തിലെത്തിച്ചത്. ദേശീയ ടീമിൽ മടങ്ങിവരവിനായി ശ്രമം നടത്തുന്ന ഇഷാൻ കിഷനും ആഭ്യന്തര T20-യിൽ മികച്ച ഫോമിലാണ് ബാറ്റ് വീശുന്നത്. സൗരാഷ്ട്രക്കെതിരായ മത്സരത്തിൽ ജാർഖണ്ഡിനായി 50 പന്തിൽ 93 റൺസാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ അടിച്ചെടുത്തത്. IPL ലേലത്തിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന പൃഥ്വിഷായും തന്റെ പ്രതിഭ എങ്ങും പോയില്ലെന്ന് തെളിയിക്കുന്ന ചില മിന്നലാട്ടങ്ങളും പുറത്തെടുത്തു. യുവതാരങ്ങൾക്കും IPL-ലിലൂടെ കംബാക്കിന് ശ്രമിക്കുന്നവർക്കും മികച്ച പ്ലാറ്റ്ഫോമാണ് മുഷ്താഖ് അലി ട്രോഫി. മിനി ലേലത്തിന് മുൻപായി ഫ്രാഞ്ചൈസികളുടെ സ്കൗട്ടിംഗ് ടീമിന്റെ കണ്ണിലുടക്കുന്ന താരങ്ങൾ ആരെല്ലാം? അപ്രതീക്ഷിത താരോദയങ്ങൾ ഉണ്ടാകുമോ? കാത്തിരിക്കാം.